ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ട്. രാവിലെ എന്തോ പരിപാടി ഉണ്ടെന്ന് അവർ ഇന്നലെ പറഞ്ഞിട്ട് പോയതാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇന്നലെ രാത്രി ഈ ഊഞ്ഞാലിൽ ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ആടി. ഇത് നല്ല രസമാണ്. ഇതിലിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ചവിട്ടി കൊടുത്താൽ ഊഞ്ഞാലാടിക്കോളും. ഗൈസ് വെറുതെ രാവിലെ തന്നെ എണീച്ച് ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പോയി കട്ടൻ എടുത്തോ, കട്ടൻ കുടിച്ചോ. ഈ കള്ളനായ ഗ്ലാസ് കൊണ്ട കള്ളം മടിക്കാതെ അവൻ്റെ തലക്കിട്ട്. ഇന്നലെ അട്ടകടി കിട്ടിയോണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് അപ്പം തന്നെ ഓടി ഇറങ്ങി. മര്യാദക്ക് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോവാം. രാവിലത്തെ വ്യൂ എന്താണെന്ന് നോക്കുകയും ചെയ്യാം. അമ്പോ ഇവിടെ താഴോട്ട് നോക്കിയാൽ ഇതാണ് വ്യൂ. സോനു കട്ടൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ അങ്ങനെ സോനു വന്നിട്ട് അപ്പൊ ഇനി പെടപട വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത പെടപട വീഡിയോ ഇട്ടില്ലേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ദോശ, സാമ്പാർ, ചട്നി. സാധാ ദോശയുടെ സാമ്പാറിൻ്റെ ടേസ്റ്റല്ല, വേറെ എന്തോ ടേസ്റ്റ്. അപ്പം ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അട്ട കടിക്കാതിരിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഗൈസ്. ഇതിന്റെ കയ്യിലൊക്കെ ഇടുന്നു. ഏതൊക്കെ ആൾക്കാരുടെ അട്ട കയറി കയറി കഴുത്തിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് പറയണേ. ഞാൻ കയ്യിൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് നടക്കണേ. പേടിച്ചിട്ടൊന്നല്ല, ഒരു ജാഗ്രത. ശോഭിച്ചൊക്കെ കാലിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ചെരുപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്താ വരുന്ന ഉപ്പ് വെള്ളം കൈ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഒരു വഴി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലില്ല, നിങ്ങൾക്ക് ഭയങ്കര ത്രില്ലാണല്ലോ അട്ട കയറുന്ന കാണാൻ. നോക്കാല്ലേ, ഇത് വ്യൂ ആസ്വദിക്കാൻ പറ്റില്ല. മിനിറ്റിന് നമ്മളെ കാല് നോക്കി നടക്കണം ഗൈസ്. ഗൈസ് മൂപ്പറാണ് നമ്മളെ കൊണ്ടുപോണത്. അമ്പോ കാട്ടുനായര് സമുദായത്തിന്റെ ഒരു നിങ്ങൾ പറഞ്ഞോ. ഞാൻ കടിച്ചു. ഇതാ ഉപ്പിട്ട ഉപ്പെന്നാ അടിച്ചാ അടിച്ച് അടിച്ചൂടാ. ഇതെടുത്ത് മേലെ കയറി പോയോ? കാണാൻ എന്നെ കടിച്ചട്ട. ഞങ്ങള് കണ്ടിന്യൂ കഴിഞ്ഞ ഞങ്ങളെ മാറ്റിയാ. ഇതൊരു ട്രൈബൽ ഏരിയ ആണ്, അതായത് ആദിവാസികളെ. അതായത് കാട്ടുനായര് എന്ന് വെച്ചാൽ അങ്ങനെ 3 വിഭാഗങ്ങളാണ്. അത് കുറുംബാസ്. കുറുംബാസ് അത് കേട്ടിട്ടുണ്ട്. ഞാൻ ആളെന്ന് വിചാരിച്ചു പറ്റണേ. ചോര ഉണ്ടാക്കിയ ആളെ. കരിന്തണ്ടൻ. കരിന്തണ്ടൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഗൈസ്. അതാണ് കരിന്തണ്ടന്റെ പ്രതിമ. ഇത് ഇവിടെ ആദിവാസികൾ നിന്നിരുന്ന സ്ഥലമാണ് അല്ലേ. നിന്നിരുന്ന സ്ഥലമാണ് അവരുടെ വീടും കാര്യങ്ങളും ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ അന്ന് പണ്ട് ആദിവാസികൾ താമസിച്ചത്. വിളിച്ചില്ല. ഓ ഈ ഒറ്റ മുറി ഗൈസ്. ഇതാ അടുപ്പടാ. അമ്പോ അപ്പൊ ഗൈസ് ഇങ്ങനത്തെ വീട്ടുകളിലാണ് പണ്ട് ആദിവാസികൾ താമസിച്ചിരുന്നത്. ഇവരുടെ എന്താ വയനാട് ചുരം ഉണ്ടാക്കിയ ആളാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന കരിന്തണ്ടൻ. ആ പ്രതിമ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. നല്ല ഓറ. ദൈവപുര. ഇതൊക്കെ ഇവരുടെ അമ്പലം പോലത്തെ സെറ്റപ്പ്. ആടാ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടാ മൂടി വെച്ചേക്കണ കണ്ട കരിയൊക്കെ. അവിടെ ഒരു കറുത്ത തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആടാ അമ്പോ. ആടാ ഇതാണ് ശരിക്കുള്ള അമ്പോ. ഇല്ലേ
നന്നായി. ഇവർക്ക് അതൊന്നും ഇല്ല. കണ്ടാ അമ്മേടാ പോയാ എന്ത് എടാ, അത് മറ്റേനെ കാട്ടെ ഫോഴ്സ് ഉണ്ടല്ലേ. ഒന്ന് ജസ്റ്റ് വലിച്ചു വിട്ടപ്പോ തന്നെ അത് അങ്ങോട്ട് പോയി. നല്ല പവറുള്ള അമ്പും വില്ലും. അപ്പൊ അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മള് മറ്റേ യൂട്യൂബിൽ വീഡിയോ കാണൂലടാ, മറ്റേ ആൾക്കാർ ഇങ്ങനെ കുഴിച്ചിട്ട് രണ്ടാൾക്കാർ എന്നിട്ട് കൈക്കോട്ടോണ്ട് കുഴിച്ചിട്ട് മറ്റേ സാധനം ഉണ്ടാക്കുന്നേ, അതുമാരത്തെ സെറ്റപ്പ് ഇവിടെ ഫുള്ള്. ഒടിഞ്ഞു വീണാൽ ഫുള്ളപ്പൊക്കെ നിലത്ത് കിടക്കും. ഇത് നമ്മളെ കുറെ നേരം പേടിപ്പിക്കണ പ്രതിമ. ഈ വഴിയിലൊക്കെ നിറച്ചാട്ടുണ്ടാവും. നമ്മള് നോക്കി നോക്കി വേണം പോവാന്. അവന്മാരെ നോക്ക്, ഫുള്ള് കാലിൽ ഉപ്പിട്ടിട്ടാണ് നിക്കണവര്. അതാക്കണോ അടുത്തത്. ഉപ്പ് പിടിച്ച് ഒരു നിമിഷം. ഇതെന്താ പോവാത്തെ? എന്റെ അല്ല, ഞാൻ ഒന്ന് പാന്റ് പൊക്കി നോക്കട്ടെ. ഇല്ലടാ, എന്റെ അങ്ങോട്ട് കയറാൻ പറ്റൂല, ടൈറ്റാണേ. താഴോട്ട് ഇറങ്ങാ. അല്ല ഇവിടെ ആകെ ഉപ്പായി. ഇവിടെ എങ്ങനെ ആദിവാസികൾ താമസിക്കുന്നത് ഞാൻ നിങ്ങൾ പറയണേ? ഒരു ഫുൾ ടൈം എത്ത് ഉപ്പിട്ട് കിടക്കുവോ? അവിടെ എല്ലാരും കൂടി കുടുങ്ങി. ഞാനൊന്ന് ആരടുത്ത് പോയിട്ട് വരാം. അവര് വരുന്നില്ല എന്നുകൊണ്ട് ഗൈസ്, താഴേക്ക് പേടിച്ചു. നമ്മളെന്തായാലും താഴെ ഇറങ്ങാം. വഴി മറന്നല്ലോ ഉടച്ചോനെ. അല്ല, ചെരുപ്പിൽ വെള്ളം ഒഴിച്ചിട്ടേ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് കാല് വഴുക്കുണ്ട്. കുഴി ഒരു തിരിച്ചു പോയി. ഞങ്ങളെങ്ങനെ താഴെ ഇറങ്ങും ഗൈസ്? നമ്മളിതാ കുറെ കല്ലൊക്കെ ഇറങ്ങി, ഇങ്ങനത്തെ കല്ലൊക്കെ ഇറങ്ങി. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് അഡ്വഞ്ചർ അല്ലേ? പാറണ മുകളിലട്ടുണ്ടാവില്ല. യെസ്. അപ്പൊ ഗൈസ് നമ്മള് അട്ട പ്രോഹിബിറ്റഡ് ഏരിയയിലെത്തി. അപ്പൊ നമ്മളിതാ ഈ വെള്ളച്ചാട്ടത്തിന്റെ അല്ല എന്താ പറയാ, വെള്ളച്ചാട്ടം തന്നെ പറയാ ഗൈസ്. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനെന്താ പറയാ എനിക്കറിയില്ല, വെള്ളച്ചാട്ടം തന്നെ തോന്നുന്നു ഗൈസ്. നല്ല വൈബ് ഗൈസ്. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ കാടിന്റെ നടുവിൽ ഒരു അരുവി പോലത്തെ, അരുവി അതന്നെ ഒരു അരുവി പോലത്തെ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കല്ലും പാറയൊക്കെ ചാടി പോവാന്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് അട്ടകടി കിട്ടിയെങ്കിലും ഇത് വർത്തായി. കയറി പോവാണ്. അവരങ്ങോട്ട് കയറിപ്പോയി. നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടത്. ഇവിടെ അട്ട ഉണ്ടാവില്ല പാറയുടെ മുകളിൽ. സോ നമുക്ക് ധൈര്യമായിട്ട് അടക്കാം. നീ എന്തിനാ അങ്ങോട്ട് കയറിയേ? അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുള്ള സ്ഥലം 900 കണ്ടി എക്കോ പാർക്കിൽ ഗ്രീൻ മൗണ്ടൈൻ എന്ന റിസോർട്ടിലാണ്. ഇവിടെ കുറെ റിസോർട്ട് ഉണ്ട്. അതിൽ ഈ പരിപാടിയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഞാൻ മാത്രം എന്നെ അവരെ ഒറ്റക്കാക്കിയിട്ട് അവർ വേറെ വഴി കൂടെ പോയി. ഞാൻ മാത്രം ഈ വഴി ഒറ്റക്കായി. ഇനിയിപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. വഴിക്ക് വീണില്ലെങ്കിൽ പറ്റൂല. പക്ഷെ നമ്മൾ പറ്റിക്കും. കയറും പറഞ്ഞാൽ കയറും. ഈ സാധനം കയറണം നമുക്ക്. ഫോൺ കൈ പിടിച്ചിട്ട് കയറാൻ പറ്റുമോ അറിയില്ല. വേണ്ട, ഫോൺ കൈ പിടിച്ച് കയറാൻ പറ്റില്ല. കൈസ് ഞാൻ കയറട്ടെ. കയറി അവിടെ ഇങ്ങോട്ട് കയറി കൈസ്. ഇനി അവന്മാര് അവിടെ ആ ഭാഗത്തായിട്ട് വരണ്ടാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് വെച്ച് പോവാം. നമ്മളവരെ മുന്നെത്തി കൈസ്. കാണിച്ചേ ഒരു വരണേ ഉള്ളൂ. ഞാൻ എത്തിയാടാ ബസ്, ഉണ്ണിയേട്ടാ ബസ്. ഇത് നോക്ക്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരെ പോവാണ്ട്. വേണ്ട അത്ര ദൂരം ഒക്കെ കാണാല്ലേ? പോവാൻ പാടില്ല. യെസ്. നമ്മൾ വീണ്ടും മുന്നോട്ടിന്റെ ഇപ്പൊ വീണു. അത് വഴുക്കോട്ടെ. നോക്കി ഇറങ്ങും വഴുക്കും. കുറെ നേരം ഈ കല്ലിന്റെ മുകളിൽ കൂടെ കയറി നടന്നു. നല്ല രസമുണ്ട്. കാടിന്റെ നടുവിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പോ എത്ര ദൂരം വന്നിട്ടുണ്ടോ ചോദിച്ചേ? 1 കിലോമീറ്റർ ആയിട്ടോ. കാടിന്റെ അരുവിയുടെ മുകളിൽ കൂടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നു വന്നിപ്പോ നമ്മള്. ഓ ഗായ്സ്
ഇത് സീൻ സാധനം സംഭവം. ഇത് വെറുത്താണ് ഗൈസ്. എത്ര നേരമാണെന്ന് അറിയോ നമ്മൾ ഇതിന്റെ ഉള്ളില് നടക്കണ്. കിട്ടി വീഴല്ലേ ഗൈസ്. ഇനി ഇവിടെ അങ്ങോട്ട് നമുക്കൊരു കുന്ന് പോലത്തെ സംഭവം കയറാണ്ട്. ഒന്നും പറയില്ല, അടിപൊളി. ഓ, അപ്പൊ നമ്മളിപ്പോ ട്രെസ് പാസേഴ്സ് ആണ് ഗൈസ് ആക്ച്വലി. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ അല്ലേ ഒരു അഡ്വഞ്ചർ. ചാട്, അതും വഴുക്കും. അത് നല്ല ഞാൻ പറഞ്ഞില്ലേ വഴുക്കും. അപ്പൊ ഇത് പോകും തോറും കൈ ഉറിഞ്ഞു വീണ. അയ്യോ, ഗൈഡ് വീട്. ഫോണൊക്കെ നനഞ്ഞു കൈ പാവത്തിന്റെ. ഇത് വൈബുള്ള സ്ഥലം നോക്കിയാ. അതൊക്കെ അങ്ങനെ പറയല്ലേ. നല്ല ആഴുണ്ട്, നല്ല ആഴുണ്ട്. അതായത് വെള്ളത്തിൽ ഇറങ്ങിയ അത് വഴുക്കും, കാല് വഴുക്കും നോക്കിയിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ വീണ ഫോണ് വെള്ളത്തിൽ പോയായിരുന്നു കഴിച്ചതായിട്ട്. അയ്യോ, ഫോൺ ഇതിന്റെ ഉള്ളിൽ അതിന്റെ താഴത്തിലാണ് പോയി കഴിച്ചു. അങ്ങോട്ട് പോയവരല്ലേ, ഇറങ്ങാൻ തീരെ സുഖമില്ല അല്ലേ. കേറുമ്പോ നല്ല സുഖമായിരുന്നു, കേറുമ്പോ നല്ല സുഖമായിരുന്നു, ഇറങ്ങുമ്പോ പറ്റില്ല. ഫോണ് പോയപ്പോ എന്റെ കൈ കളഞ്ഞു. ഞാൻ പാന്റെ കഴിച്ച് കൈ പിടിച്ചു കഴിച്ചു. അല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞ് ഇനി പാന്റ് വീണ്ടും ഉണങ്ങാൻ വെക്കണം. എനിക്ക് വയ്യ. താഴത്തേക്ക് ഇറങ്ങുമ്പോ കാലെവിടെയും വെച്ചപ്പ് പോവാണ്, സ്ലിപ്പാവാ. എന്താ കാലിൽ ഇന്നലെ അട്ട കടിച്ചത് വീണ്ടും ചോര വരുന്നുണ്ട്. ഇല്ലല്ലേ തന്നെ ഈ പാറക്കല്ല് കണ്ട ഓർമ്മയുണ്ട്. ഇങ്ങോട്ട് ചോദിച്ചേ. By the way guys, this is തൻവീർ. നമ്മളിങ്ങോട്ട് കൊടുക്കുന്ന ആളാണ്. ഒരു സാധനം ഇവിടെ കടിച്ചിട്ട് കുറെ നേരമായി, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. ഇപ്പൊ അവിടെ ഉള്ള ഇനി എന്ത് ചെയ്യും? പണ്ടാറം പോണില്ല. പിടിച്ചു വലിക്കുമ്പോ വേനിക്കുണ്ട്. എന്നെ കടിച്ചാട്ടാ അടി. അയ്യോ, എന്റെ ഒരല്ലേ പോണത്. കഷ്ണം പോലും ഇല്ല. ചോര ചോര. കിട്ടില്ല, വീടിന് എണിച്ചു വരണ കിട്ടിയുള്ളൂ. കാല് ഇങ്ങനായി. വെള്ളത്തിലിറങ്ങാം. 1 2 3 4. ഐസ് വെള്ളം, ഐസ് വെള്ളം. അടുത്ത വീടോടെ നിനക്ക് തണുക്കണില്ലടാ. തണുപ്പാ. അസബ് വെള്ളത്തിലിറങ്ങാൻ പോവുകയാണ് ഗൈസ്. അസബ് വെള്ളത്തിൽ അപ്പൊ നനഞ്ഞ് അല്ല ഐസ് വെള്ളം ഗൈസ്, ഐസ് വെള്ളം ഗൈസ്. ഒരു റിസ്കി ഷോട്ട് എടുക്കാണ്. ഫോൺ മുക്കാൻ പോണേ. എന്താ ബന്ധോ? റെഡി? ഗൈസ് സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല, വെള്ളം കയറിയിട്ട്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കയറാൻ പോവാണ്. കയറാ. ഉള്ള കാടിന്റെ നടുവിൽ വന്നിട്ട് നല്ല തണുത്ത വെള്ളത്തില് ഞാൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അപ്പൊ കാടിന്റെ നടുവില് നല്ല ഐസ് വെള്ളത്തില് കുളിച്ചിട്ടാണ് നിൽക്കണത്. കാലൊക്കെ നനഞ്ഞോണ്ട് ഇറങ്ങുമ്പോ വഴുക്കുണ്ട്. നോക്കിയും കണ്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. വഴുക്കുണ്ട്. അല്ല, ഉമ്മ കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്തോ വീഡിയോ ഒക്കെ. ഉമ്മ പേടിക്കണ്ടത് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് ആവുന്നുള്ളൂ, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നോ പ്രോബ്ലം ഗൈസ്. എൻ്റെ ഫോണിന്റെ ചാർജ് ചെറുതായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് വന്ന വഴിയൊക്കെ തിരിച്ച് നടന്ന് അവിടുന്ന് വീണ്ടും അടുത്ത അട്ടക്കാടിലൂടെ തിരിച്ചു പോയി ഫ്രഷൊക്കെ ആയിട്ട് വരാം.
അപ്പോൾ റെഡിയായി, ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്, താഴെ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്താ നോക്കാം. കുളിച്ച് കൂട്ടപ്പനായി വന്നിട്ടുണ്ട്. ഹായ് നോക്കടാ. ശരി സെറ്റ് മെസ്സേജാന്. വീണ്ടും നമ്മൾ ഓഫ് റോഡ് ട്രക്കിങ്ങിന് പോവാണ്, അല്ല ട്രക്കിങ്ങിന് പോവാണ്. ഇത് തേങ്ങ തെറ്റും പോയി വന്ന പോലെ. നമ്മള് കാലൊക്കെ അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അടുത്ത് നമ്മൾ പോകാൻ പോണ സ്ഥലം, നമ്മൾ വരുന്നത് വയനാടാന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിച്ചതാണ് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. കളിയും ചിരിയും കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് 2 കൊല്ലം മുന്നേ ഉണ്ടായ മുണ്ടക്കൈ ഇൻസിഡന്റ്. സോ നമ്മൾ അവിടെ വന്നേക്കാണ്. അവിടുന്നാണ് ഒലിച്ചു വന്നത്. ഞങ്ങളിതാ നിൽക്കണത് ഇവിടെ. ഇത് നമുക്ക് ഇതാ ആ കാണുന്ന സ്ഥലം കണ്ട, അവിടെ നിന്ന് തൊട്ടിട്ടാണ് ഒലിച്ചു വന്നിട്ടുള്ളത്. അത്രയും ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ചു വന്നിട്ട് ആ ഭാഗത്തുള്ള വീട്ടുകാരും ആൾക്കാരും ഒക്കെ ഇന്നില്ല. 2024 ജൂലൈ 29-നാണ് ഇവിടെ ഉരുൾപൊട്ടിയത്. അപ്പോൾ അവിടെ ഇപ്പോഴും പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകണം എല്ലാവരും. സോ 2 ദിവസം നല്ല ദിവസങ്ങളായിരുന്നു. അത്യാവശ്യം ഹാപ്പിയൊക്കെ ആയി നമ്മൾ പരിപാടികളൊക്കെ തീർത്ത്. അപ്പോൾ ശരി, ബൈ 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 ബൈ. നീലക്കൊയ്യിൽ